തൃശൂരിൽ ഭാരതരിയുടെ വിതരണം തടഞ്ഞ പോലീസ്. തൃശൂർ മുല്ലശ്ശേരിയിലാണ് സംഭവം. പഞ്ചായത്തിൽ ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നതിനാലാണ് തടഞ്ഞതെന്നാണ് പോലീസിന്റെ വിശദീകരണം. ഇവരുമായി മനോജ് ചേരുകയാണ്. മനോജ്, എന്ത് ന്യായം പറഞ്ഞാണ്, എന്ത് വിശദീകരണം നൽകിയാണ് പോലീസിന്റെ ഇടപെടൽ? എത്രത്തോളം ഈ ഒരു സംഭവത്തിൽ പ്രതിഷേധവും ശക്തമായി കഴിഞ്ഞു? കെ.പി. തൃശൂർ മാത്രമല്ല, ഭാരതമൊട്ടാകെ തന്നെ സാധാരണ ജനങ്ങൾക്കായി കേന്ദ്ര സർക്കാർ ആവിഷ്കരിച്ച പദ്ധതിയിലൂടെ ഈ അരി വിതരണം നടക്കുന്നുണ്ടായിരുന്നു. അത്തരത്തിൽ ആ അരി വിതരണം ഈ സാധാരണക്കാർക്കിടയിലേക്ക് ജനകീയമായിട്ടുള്ള ഒരു സംഭവമായി മാറിയ സമയത്താണ് ഇത്തരത്തിൽ പോലീസിനെ ഉപയോഗിച്ചുകൊണ്ട് ഈ വിതരണം തടയുവാൻ വേണ്ടി ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന്റെ ഭാഗമായാണ് ഇന്ന് ഈ തൃശൂർ മുല്ലശ്ശേരിയിൽ ഈ അരി വിതരണം തടഞ്ഞിട്ടുള്ളത്. ഈ പഞ്ചായത്തിൽ വ്യാഴാഴ്ച 7-ാം വാർഡിൽ ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നുണ്ട്. ആ ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന പശ്ചാത്തലത്തിലാണ് അരി വിതരണം തടഞ്ഞതെന്നാണ് പോലീസിന്റെ വിശദീകരണം. എന്നാൽ ഇത് രാഷ്ട്രീയപരമായിട്ടല്ല, BJPയുടെ നേതൃത്വത്തിലോ അല്ല ഈ അരി വിതരണം നടക്കുന്നത്. NCCF എന്ന ഏജൻസി, അതായത് കേന്ദ്ര സർക്കാരിന്റെ ഈ ഡിസ്ട്രിബ്യൂഷൻ നടത്തുന്നത് NCCF ആണ്. അത്തരത്തിലാണ് ഈ വാഹനങ്ങളിലൂടെ എല്ലാ മേഖലയിലേക്കും ഈ അരി വിതരണം നടന്നുകൊണ്ടിരിക്കുന്നത്. ആ ഒരു വിതരണമാണ് ഇപ്പോൾ മുല്ലശ്ശേരിയിൽ പോലീസ് ഇടപെട്ട് തടഞ്ഞിരിക്കുന്നത്. ഇതിൽ തന്നെ MLAയുടെ നിർദ്ദേശപ്രകാരമാണ് ഇത്തരത്തിൽ ഈ അരി വിതരണം തടയുന്ന സാഹചര്യം ഉണ്ടായെന്നാണ് നാട്ടുകാർ വ്യക്തമാക്കുന്നത്. ഇതിൽ തന്നെ നാട്ടുകാരും BJP പ്രവർത്തകരും ഈ സംഭവവുമായി ബന്ധപ്പെട്ട് പ്രതിഷേധത്തിലാണ്. പോലീസുമായി തർക്കത്തിൽ ഏർപ്പെട്ടിട്ടുണ്ട്. എന്തായാലും നിലവിൽ ഈ സ്ഥലത്ത് ഇപ്പോൾ കൊണ്ടുവന്ന ഈ അരിയും അതുപോലെ വാഹനവും പോലീസ് തടഞ്ഞു വെച്ചിരിക്കുകയാണ്. ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ പ്രതിഷേധങ്ങൾ ഉണ്ടാകാനാണ് സാധ്യത. കാരണം നേരത്തെ തന്നെ സൂചിപ്പിച്ചിരുന്നു, പൊതുവിപണിയിൽ വളരെ വില കുറച്ചാണ് ഇത്തരത്തിൽ ഈ ഭക്ഷ്യധാന്യങ്ങൾ സാധാരണക്കാർക്കിടയിലേക്ക് കേന്ദ്ര സർക്കാർ എത്തിക്കുന്നത്. എന്നാൽ ഇത് കൂടുതൽ ജനകീയത ഉണ്ടാക്കും എന്നുള്ള ഒരു കാരണം ആണ് ഇത്തരത്തിൽ പോലീസിനെ ഉപയോഗിച്ചുകൊണ്ട് ഇത് വിതരണം തടയുവാനുള്ള ഒരു ശ്രമം നടക്കുന്നത്. അത് CPMന്റെ ഉൾപ്പെടെ നിർദ്ദേശപ്രകാരമാണ് ഇത്തരത്തിൽ വിതരണം തടയുന്ന ഒരു സാഹചര്യം ഉണ്ടായെന്നാണ് നാട്ടുകാർ പറയുന്നത്. എന്തായാലും ഈ വാഹനം ഇപ്പോൾ മുല്ലശ്ശേരിയിൽ തടഞ്ഞു വെച്ചിരിക്കുകയാണ്. വ്യാഴാഴ്ചയാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടത് ചട്ടലംഘനമാണെന്നാണ് പോലീസിന്റെ വിശദീകരണം. എന്നാൽ അത് രാഷ്ട്രീയപരമായിട്ടല്ല ഇത്തരത്തിൽ വിതരണം നടക്കുന്നതെന്നാണ് നാട്ടുകാരും അതുപോലെ തന്നെ BJP പ്രവർത്തകരും പറയുന്നത്. അതിനാൽ തന്നെ പ്രതിഷേധവും ശക്തമാവുകയാണ്. എന്തായാലും ഈ CPMന്റെയും അതുപോലെ തന്നെ മറ്റ് കോൺഗ്രസിന്റെയും ഒക്കെ പിന്തുണയോടുകൂടിയാണ് പോലീസ് അവിടെ എത്തി ഈ അരി വിതരണം തടഞ്ഞിട്ടുള്ളത്. മറ്റ് MLAയുടെ അടക്കം നിർദ്ദേശപ്രകാരമാണ് പോലീസ് ഇത് ചെയ്തത് എന്നാണ് നിലവിൽ ലഭിക്കുന്ന വിവരം. എന്തായാലും നാട്ടുകാരൊക്കെ പ്രതിഷേധത്തിലാണ്. പോലീസുമായി വാക്കുതർക്കത്തിൽ ഏർപ്പെട്ടിട്ടുണ്ട്. നിലവിൽ വാഹനം തടഞ്ഞു വെച്ചിരിക്കുന്ന ഒരു സ്ഥിതിയാണ് സ്ഥലത്തുള്ളത്. തൃശ്ശൂരിൽ നിന്നും മനോജാണ് വിവരങ്ങൾ നൽകിയത്.